നമ്മുടെ ഓർമ്മകളിൽ എന്നും സമൃദ്ധി നിറയ്ക്കുന്ന ഒന്നാണ് ഈ വിഷുവിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത്. എൻ്റെ വിഷുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അത് മൂന്നായിട്ട് തരംതിരിക്കേണ്ടി വരും. ഒന്ന്, എൻ്റെ വിവാഹം കഴിയുന്നത് വരെ വീട്ടിൽ അമ്മയോടും അച്ഛനോടും കൂടിയുള്ള ആ ഒരു വിഷുക്കാലം എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഗൾഫിലേക്ക് ജോലി തേടി പോയതിന് ശേഷമുള്ള ഒരു 25-26 വർഷക്കാലം ഞാൻ വിഷു ആഘോഷിച്ചത് ഗൾഫിലാണ്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-3.5 വർഷമായി നാട്ടിലാണ്. ഇപ്പോൾ നാട്ടിലുള്ള വിഷുക്കാലം, അങ്ങനെ ഒരു 3 ഘട്ടങ്ങളിലായിട്ടാണ് എൻ്റെ വിഷുക്കാലത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത്. ആദ്യത്തെ ആ ഘട്ടത്തിലെ ഓർമ്മകൾ എന്ന് പറയുന്നത് അതെല്ലാവർക്കും ഉള്ളതുപോലെ സമ്പന്നമായിട്ടുള്ള ഓർമ്മകളാണ്. വിഷുക്കാലത്ത് നമ്മൾ എന്താണ്, വിഷു എന്ന് പറയുമ്പോൾ നമ്മൾ കണിക്കൊന്ന, കണിമാങ്ങ, കണിവെള്ളരി, കണിക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ശേഖരിക്കുന്നു. പിന്നെ അമ്മ കണിയൊരുക്കുന്നു. അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഈ പടക്കം പൊട്ടിക്കൽ, അതൊക്കെ അന്നത്തെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ, കുട്ടികളുടെ മനസ്സിൽ ഏറ്റവും നല്ല ഓർമ്മകളായിരിക്കും. എൻ്റെ മനസ്സിൽ അതുപോലെ തന്നെയാണ്, വളരെ നല്ല ഓർമ്മകളാണ്. അത് കഴിഞ്ഞ് വിഷു സദ്യ, അതൊക്കെ നമുക്ക് ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത ഓർമ്മകളാണ്. പിന്നീട് ഞാൻ ഗൾഫിലേക്ക് ജോലിക്ക് പോയ സമയത്ത്, അതായത് ഒരു 25-26 വർഷക്കാലം റേഡിയോ മേഖലയിൽ ജോലി ചെയ്ത ആളാണ്. ഈ 26 വർഷക്കാലവും വിഷു ആഘോഷിച്ചത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ കൂടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലെ മലയാളികളുടെ കൂടെ അത് വലിയൊരു ആഘോഷമാണ്. അവിടെ ജാതിയില്ല, മതമില്ല, വേലിക്കെട്ടുകളില്ല. അവിടെയുള്ള എല്ലാവരും ജാതി മത ഭേദമന്യേ, ഭാഷാഭേദമന്യേ ഒന്നിച്ച് എല്ലാ ആഘോഷങ്ങളും നടത്തും. അതിലൊന്നാണ് വിഷു. അത് വിഷുവും പെരുന്നാളും ഓണം ആയാൽ എല്ലാം അങ്ങനെ തന്നെയാണ്. സുഹൃതം ഗ്രൂപ്പ് സജീവമായതിനു ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ വിഷുവാണ്. എൻ്റെ മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരുടെ എല്ലാവരുടെയും ആദ്യത്തെ വിഷുവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷുവിന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ സഹപാഠികൾക്ക് നൽകണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അതുകൊണ്ടാണ് ഞാനും അപ്പമാഷും കുഞ്ഞിഷ്ണ മാഷും സത്യനും എല്ലാവരും കൂടെ രംഗത്തിറങ്ങിയത്. നമ്മൾ രംഗത്തിറങ്ങിയപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ വന്നു. വിഷുവിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള അങ്ങനെയുള്ളൊരു ആഗ്രഹത്തിലാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് പോലും. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷുവിൻ്റെ പല പല ഓർമ്മകളുണ്ടാവും. ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് മലയാളികളെല്ലാം. എന്തെല്ലാം ഓർമ്മകളാണ്. അപ്പം അതുകൊണ്ട് ആ ഓർമ്മകൾ ചികഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ സുഹൃതത്തിൻ്റെ ഈ വിഷു എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിഷുവിൻ്റെ ഓർമ്മകളും പാട്ടുകളും എല്ലാം പങ്കുവയ്ക്കണം. എനിക്കുമുണ്ട് പാട്ടുകൾ പങ്കുവയ്ക്കാൻ വേണ്ടി. എൻ്റെ അച്ഛൻ എഴുതിയ ഒരു പാട്ടുണ്ട്. ആ പാട്ടിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് അച്ഛൻ ഒരു മലയാള അധ്യാപകനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനും അമ്മയും കൂടി അച്ഛൻ്റെ പഴയ ഡയറി താളുകളൊക്കെ മറിച്ചു നോക്കുന്ന സമയത്ത് എനിക്കതിൽ നിന്ന് ഈ അറ്റമൊക്കെ പിന്നിപ്പോയ ഒരു കടലാസ് തുണ്ട് കിട്ടി. അപ്പൊ ആ കടലാസ് തുണ്ട് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ മനോഹരമായിട്ടൊരു കവിത. അത് വിഷു കവിതയാണ്. വിത്തും കൈക്കോട്ടും കൊണ്ട് ഇങ്ങ് എത്താൻ വൈകല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹരമായിട്ടുള്ള വരികൾ. ഞാനത് അച്ഛനതിൽ കുറച്ച് വെട്ടിയും തിരുത്തിയൊക്കെ കുറച്ച് വരികളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ കടലാസ് എടുത്തു, ഞാനത് പകർത്തി എഴുതി. അതിൽ കുറച്ച് എൻ്റെ വക കുറച്ചും കൂടി വാക്കുകളൊക്കെ ചേർത്തിട്ട് അത് മനോഹരമായിട്ടൊരു പാട്ടാക്കി മാറ്റി. ഞാനത് റേഡിയോയിൽ ജോലി ചെയ്യുന്ന കാലത്താണ്. ഇടയ്ക്ക് നാട്ടിൽ വന്ന സമയത്താണ് ഈ കുറിപ്പ് കണ്ടെടുത്തത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ദുബായിലേക്ക് കൊണ്ടുപോയി അവിടെ ഞങ്ങളുടെ മ്യൂസീഷ്യനെ വെച്ചിട്ട് ആ കവിത മനോഹരമായിട്ടുള്ള പാട്ടാക്കി മാറ്റി. ആ പാട്ട് എന്തായാലും ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി കേൾപ്പിക്കും. വിത്തും കൈക്കോട്ടും കൊണ്ടിങ്ങെത്താൻ വൈകല്ലേ, മേടപ്പിറവിയിലാദിപ്പുലരിയിൽ പാടി. വിത്തും കൈക്കോട്ടും കൊണ്ടിങ്ങെത്താൻ വൈകല്ലേ, മേടപ്പിറവിയിലാദിപ്പുലരിയിൽ പാടി. വിഷുപക്ഷീണത്തിൽ പല്ലവി പാടി ഉണരുമൊരുത്സവഗാനം. വിത്തും കൈക്കോട്ടും കൊണ്ടിങ്ങെത്താൻ വൈകല്ലേ, മേടപ്പിറവിയിലാദിപ്പുലരിയിൽ പാടി.
ഭൂമിയൊരുക്കാൻ വിത്തു വിതയ്ക്കാൻ ആഹ്വാനം, ഭൂമി കോരിത്തരിച്ചു. ഭൂമിയൊരുക്കാൻ വിത്തു വിതയ്ക്കാൻ ആഹ്വാനം, ഭൂമി കോരിത്തരിച്ചു. പുതുമണ്ണിലൂറും മദഗന്ധലഹരി, വിയർപ്പിൻ കണങ്ങൾ ചോലകളായി. മന്നിതു പൊന്നാകാൻ, മന്നിതു വിണ്ണാകാൻ, മാമലനാടിൻ മണ്ണിലൊരുങ്ങും മേടവിഷുപ്പുലരി. വിത്തും കൈക്കോട്ടും കൊണ്ടിങ്ങെത്താൻ വൈകല്ലേ, മേടപ്പിറവിയിൽ ആദിപ്പുലരിയിൽ പാടി. മണ്ണിന്മാറിൽ മതിച്ചു കതിർക്കുല ചാഞ്ചാടി, ഭൂമി കോരിത്തരിച്ചു. മണ്ണിന്മാറിൽ മതിച്ചു കതിർക്കുല ചാഞ്ചാടി, ഭൂമി കോരിത്തരിച്ചു. കണിക്കൊന്ന പൂവും കണിവെള്ളരിയും മനതാരിലെന്നും ഓർമ്മകളായി. മന്നിതു പൊന്നാകാൻ, മന്നിതു വിണ്ണാകാൻ, മാമലനാടിൻ മണ്ണിലൊരുങ്ങും മേടവിഷുപ്പുലരി. വിത്തും കൈക്കോട്ടും കൊണ്ടിങ്ങെത്താൻ വൈകല്ലേ, മേടപ്പിറവിയിൽ ആദിപ്പുലരിയിൽ പാടി. വിത്തും കൈക്കോട്ടും കൊണ്ടിങ്ങെത്താൻ വൈകല്ലേ, മേടപ്പിറവിയിൽ ആദിപ്പുലരിയിൽ പാടി. വിഷുപക്ഷീണത്തിൽ പല്ലവി പാടി ഉണരുമൊരുത്സവഗാനം. വിത്തും കൈക്കോട്ടും കൊണ്ടിങ്ങെത്താൻ വൈകല്ലേ, മേടപ്പിറവിയിൽ ആദിപ്പുലരിയിൽ പാടി. പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന, ഈ കണിക്കൊന്നയാണ് വിഷുക്കാലത്തിൻ്റെ ഐശ്വര്യം. ഈ ഐശ്വര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യവും. ഒരു വർഷക്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഈ കണിക്കൊന്ന വിഷുക്കാലത്താണ് ഇന്നും നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ വീട്ടിലേക്കുമൊക്കെ വരുന്നത്. വിഷുക്കാലത്തിൻ്റെ ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യവും എല്ലാം ഈ മഞ്ഞവർണ്ണമാണ്, ഈ സ്വർണ്ണവർണ്ണമാണ്. കണിക്കൊന്നയെക്കുറിച്ച് അയ്യപ്പ പണിക്കർ പാടിയത് ഓർമ്മയില്ലേ? കണി കാണാൻ കാത്തിരിക്കുന്നത് അവരുടെ ഗുണത്തിനായി മഞ്ഞയണിയുന്നു ഞാൻ, ഒരു നിറമേ തന്നതുള്ളൂ വിധി, എനിക്കാവതില്ലേ പലവർണ്ണമാകാൻ, എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ. അങ്ങനെയാണ് അയ്യപ്പ പണിക്കർ കണിക്കൊന്നയെക്കുറിച്ച് പാടിയിരിക്കുന്നത്. ശരിയാണ്, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യമാണ്, ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യം. എല്ലാവർക്കും ഞങ്ങളുടെ വിഷുദിനാശംസകൾ.